തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ 200 സീറ്റുകളിൽ അധികം നേടുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അവകാശവാദം. വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും, ഷഫീദ് റാവുത്തർ തമിഴ്നാട്ടിലെ കുളച്ചിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നും. ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ്. മനേഷ്, അങ്ങനെ പരസ്യപ്രചാരണം സമാപിക്കാൻ പോകുന്നു. വലിയ ആവേശമുണ്ട് തമിഴ്നാട്ടിൽ ഇത്തവണ. പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രചാരണത്തിനായി അവിടെ എത്തിയിരുന്നു. ഈ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ വിഷയമായി മാറുന്നുണ്ട് തമിഴ്നാട്ടിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? തുടക്കത്തിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ രീതിയിലുള്ള അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആരോപണം ഇതൊക്കെയായിരുന്നു തമിഴ്നാട്ടിലെ പ്രചാരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. പക്ഷേ അവസാന ഘട്ടമാകുമ്പോഴേക്കും വനിതാ സംവരണ ബില്ല് മാത്രമാണ് അതിനെ പോസിറ്റീവായി ബില്ലിനെ പരാജയപ്പെടുത്തിയത് വളരെ പോസിറ്റീവായി DMK സഖ്യം ഉയർത്തിക്കാട്ടുന്നു. അതുതന്നെയാണ് എം കെ സ്റ്റാലിൻ ആണെങ്കിലും ഉദയനിധി ആണെങ്കിലും ഒക്കെ എല്ലാ പ്രചാരണ യോഗങ്ങളിലും പറയുന്നത്. അതിനെ നേരെ മറിച്ച് എൻ ഡി എ ആണെങ്കിൽ DMK സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയാണ് എന്തായാലും ഈ അവസാന ദിവസങ്ങളിൽ, അവസാന മണിക്കൂറുകളിലൊക്കെ അത്തരത്തിലാണ്. വനിതാ സംവരണ ബില്ല് തന്നെയാണ് തമിഴ്നാട്ടിലെ എല്ലാ പ്രചാരണ യോഗങ്ങളെയും പ്രധാനപ്പെട്ട ചർച്ചയായി മാറുകയും ചെയ്യുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലെത്തിയിരുന്നു. ചെന്നൈയിലും തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിലും എത്തിയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാട്ടിളക്കിയുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത്. അതിൻ്റെ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. നാളെ വൈകുന്നേരം 6 മണി വരെയാണ് പരസ്യ പ്രചാരണത്തിലുള്ള സമയമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ TVK അധ്യക്ഷൻ വിജയുടെ പൊന്നേരിയിൽ, തിരുവള്ളൂർ ജില്ലയിലെ പൊന്നേരിയിലുള്ള റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വില്ലിവാക്കത്ത്, ചെന്നൈയിലെ വില്ലിവാക്കം മുതൽ വില്ലിവാക്കം, അണ്ണാനഗർ, വിരുകമ്പാക്കം അങ്ങനെ 3 ഇടങ്ങളിൽ കൂടി വിജയ് ഇന്ന് പ്രചാരണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് വൈകിട്ട് 6:30 മണി മുതലാണ് പര്യടനം ആരംഭിക്കുക. 6:30 എഗ്മോറിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കൊളത്തൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണ രീതി അല്ലെങ്കിൽ പ്രചാരണം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ പ്രചാരണം നടക്കുന്നുണ്ട്. രാവിലെ ഷോളിംഗനല്ലൂരിൽ നിന്ന് ആരംഭിച്ച് ചെപ്പോക്കൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചെപ്പോക്കൽ അവസാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അങ്ങനെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. പരമാവധി റോഡ് ഷോകളാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ റോഡ് ഷോകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന സമയം. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, പരസ്യപ്രചാരണം സമാപിക്കാൻ പോകുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ എന്തൊക്കെയാണ് കൊൽക്കത്തയിലെ കാഴ്ചകൾ? ശ്രീനാഥ്. അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരും. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. വലിയ പ്രചാരണ ആവേശം ബംഗാളിലും ഉണ്ടായിരുന്നു. BJP ഇത്തവണ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. മമതാ ബാനർജി ആകട്ടെ BJPയെ അധികാരത്തിലെത്തിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വനിതാ സംവരണ ബിൽ ഉൾപ്പെടെ അവിടെ വിഷയമായി മാറുന്നുണ്ട്. പ്രധാനമന്ത്രി നടത്തിയ പ്രചാരണങ്ങളിലൊക്കെ അതാണ് ഉയർത്തി കാണിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊൽക്കത്തയിൽ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെയാണ് കൊൽക്കത്തയിലെ കാഴ്ചകൾ? ഉന്മേഷ്, ഏതായാലും പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക്, അതായത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പ് പ്രചാരണം ഇപ്പോൾ നടക്കുന്നു. നാളെ ഇപ്പോൾ കൊട്ടിക്കലാശമാണ്. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഭവാനിപ്പൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വരുന്നില്ല. മമതാ ബാനർജി അടക്കമുള്ള മത്സരിക്കുന്ന മണ്ഡലമില്ല. മറ്റ് പല മണ്ഡലങ്ങളുമാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഏതായാലും അവസാന ലാപ്പിലും വലിയ പ്രചാരണം. 2 പാർട്ടികൾ തമ്മിലാണ് പ്രചാരണത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസും BJPയും തന്നെയാണ് നേർക്കുനേർ പോരാട്ടം നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ളത്. തുടക്കത്തിൽ SIR തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അങ്ങനെ വിവിധ ചർച്ചകൾ. ഏറ്റവും ഒടുവിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം ചർച്ചയാക്കി മാറ്റിയാണ് ഇരു മുന്നണികളും കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരാൻ കഴിയും, ഒരല്പം ക്ഷീണമുണ്ടായാൽ പോലും അതിന് കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. BJP ആവട്ടെ, അവർക്ക് ഇതുവരെ കിട്ടിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്
ഏതാണ്ട് ഒരു 100 സീറ്റിന് മുകളിലേക്കൊക്കെ അവർക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞേക്കും. ഒരുപക്ഷെ അധികാരം കിട്ടിയില്ലെങ്കിലും ഒരു അധികാരത്തിന് തൊട്ടടുത്ത് വരെ അവർക്ക് എത്താൻ കഴിഞ്ഞേക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് സർവേ ഫലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അത് അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് BJP ഈ തവണ പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം മറ്റ് പാർട്ടികൾ, ഇടതു പാർട്ടികളുടെയൊക്കെ അവസ്ഥ സമീപകാലത്ത് വളരെ മോശമാണ് നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ ഒരൊറ്റ സീറ്റ് പോലും CPIM ഇല്ല. അത് മാറ്റി ബംഗാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവാനുള്ള ശ്രമത്തിലാണ് CPIM ഈ തവണ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോയതാണ്. അവിടെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു ഓളവും ആരവും ഒന്നും അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്നാൽ പോലും ഗ്രാമീണ മേഖലകളിലൂടെ തിരിച്ച് ഈ ബംഗാൾ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി നിലനിർത്താൻ കഴിയും എന്നുള്ള ശ്രമത്തിലാണ് CPIM ഈ തവണ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും അതുപോലെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് ബംഗാളിൽ നടക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം കണ്ട ഇടമാണ്. സ്ത്രീ വോട്ടർമാർ അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ തനിക്ക് അനുകൂലമാകും എന്നതാണ് തൃണമൂലിന്റെ പ്രതീക്ഷ. ഉന്മേഷ്. ശരി, കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.